വാട്സ്ആപ്പ് ഗൈസ് ബോക്സ്മെന്റ് നാസിമാണ്. 2026 ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എങ്ങനെ 2026 വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ വഴി ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് 2026 ഇൻസ്റ്റാഗ്രാമിന്റെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിന്റെ വയലേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാറ്റുന്നത്, ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ട് വെച്ചു കൊടുക്കുക. 2026 ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ വഴിയാണ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ചെറിയ ക്രൈറ്റീരിയകൾ ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മന്ത്ലി നല്ലൊരു ഇൻകം ജനറേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ തരത്തിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മോണിറ്റൈസേഷൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ വരുന്ന സിഗ്നേച്ചർ ഇറർ, ബിസിനസ് ടൈപ്പ് മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കുന്നത്, അതേപോലെ തന്നെ USDT പ്രോപ്പർ ആയിട്ട് കറക്ഷൻ ചെയ്യുന്നത്, സിഗ്നേച്ചർ ഇറർ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നത്, WB8 ഫോം ഫില്ലിങ്, മാനുവൽ അപ്ഡേറ്റിംഗ്, ഇത്തരത്തില് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന എല്ലാ തരം പ്രോബ്ലംസിനും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് ചെയ്തു തരുന്നതായിരിക്കും. വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതാ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തു തരുന്നത്. ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് ആണ്. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് ഗിഫ്റ്റ്, മൂന്നാമതായിട്ട് വരുന്നത് പെയ്ഡ് പാർട്ണർഷിപ്പ് ആഡ്സ്, നാലാമതായിട്ട് വരുന്നത് സബ്സ്ക്രിപ്ഷൻ, അഞ്ചാമതായിട്ട് വരുന്നത് ബോണസ്. ആദ്യം പറഞ്ഞ ബ്രാൻഡഡ് കണ്ടന്റിൽ തന്നെ 2 കാര്യങ്ങൾ കൂടി ആഡ് ആയി വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡഡ് കണ്ടന്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാർക്കറ്റ് പ്ലേസും ഡിസ്കവർ പ്രൊജക്ട് എന്നും പറയുന്ന 2 ഓപ്ഷൻ കൂടി എനേബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാസത്തിൽ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ദെൻ ഇനി എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 5 കാര്യങ്ങളിൽ ആദ്യം നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റ് ആണ് എനേബിൾ ആയി കിട്ടാൻ പോകുന്നത്. ബ്രാൻഡഡ് കണ്ടന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനേബിൾ ആകുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഫോളോവർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 100 ഫോളോവർ ഉണ്ടെങ്കിലും 1 മില്യൺ ഫോളോവർ ഉള്ള ഒരാളാണെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഒരു പബ്ലിക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. പബ്ലിക് അക്കൗണ്ടിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. പ്രൊഫഷണൽ അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങളോട് ബിസിനസ് ആണോ അല്ലെങ്കിൽ ക്രിയേറ്റർ അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. അതിൽ ക്രിയേറ്റർ അക്കൗണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഈവൻ ബിസിനസ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എങ്കിൽ ഏറ്റവും നല്ലത് ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊന്നും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാനാണ്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഏതാണോ അതനുസരിച്ചുള്ള ഒരു കാറ്റഗറി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ടായിരിക്കും. ഒരുപാട് കാറ്റഗറി കാണും. ആ ഒരു കാറ്റഗറിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു റീൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റർ എന്നുള്ള കാറ്റഗറി എടുക്കാം. ഇനി നിങ്ങൾ ഒരു ബ്യൂട്ടീഷ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക് എന്നുള്ള ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ പ്രൊമോട്ടർ ആണ്, അത്തരത്തിലുള്ള ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏകദേശം 40ഓളം കാറ്റഗറീസ് ഇതിൽ കാണുന്നുണ്ടായിരിക്കും. അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷന് എനേബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിൽ വയലേഷൻസ് കാണുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന പോലെ 4 ടിക്കുകളായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുന്നത്. ഇത്തരത്തിൽ 4 ടിക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദെൻ നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബ്രാൻഡഡ് കണ്ടന്റ് ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലുള്ള വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ കൊളാബറേഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു വരുമാനം മന്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എനിക്ക് 100 ഫോളോവറേ ഉള്ളൂ അല്ലെങ്കിൽ 500 ഫോളോവറേ ഉള്ളൂ, എങ്ങനെ എനിക്കൊരു ബ്രാൻഡഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു
കൊളാബറേഷൻ തരുമെന്ന്. നിങ്ങൾക്ക് എത്ര ഫോളോവർ ഉണ്ട് എന്നല്ല അവർ നോക്കുന്നത്, നിങ്ങളുടെ എൻഗേജ്മെന്റ്, നിങ്ങളുടെ അക്കൗണ്ടിലെ എൻഗേജ്മെന്റ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലെ ഇൻസൈറ്റ് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് എവിടെയൊക്കെ ചെല്ലുന്നു, ആർക്കൊക്കെ ചെല്ലുന്നു, എത്രത്തോളമാണ് അതിലെ എൻഗേജ്മെന്റ്, വീഡിയോ കാണുന്നത് എത്രത്തോളമാണ്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് കൊളാബറേഷൻ കിട്ടാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വ്യൂസ് ആണെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെങ്കിൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വ്യൂസ് അല്ല, ഒരിക്കലും വ്യൂസ് ആയിട്ടല്ല വരുന്നത്. ഒരു 20 സെക്കൻഡുള്ള വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നേരം ആളുകൾ കാണുന്നു, അതാണ് എൻഗേജ്മെന്റ്. നിങ്ങൾ ഒരു 20 സെക്കൻഡുള്ള വീഡിയോ ഇട്ടു, ആ ഒരു 20 സെക്കൻഡും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ആളുകൾ എൻഗേജ്മെന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമാറ്റിക് ഇത് ബൂസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വീഡിയോസ് വൈറലാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു 20 സെക്കൻഡുള്ള സെയിം വീഡിയോ 5 സെക്കൻഡാണ് ആളുകൾ കാണുന്നത്, അതിനുശേഷം സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ എൻഗേജ്മെന്റ് വരുന്നില്ല, ആ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഇൻസ്റ്റാഗ്രാം ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാമിലെ ഈ ഒരു വീഡിയോസ് ഒക്കെ ഏറ്റവും പെട്ടെന്ന് മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഒരു കീ ഫാക്ടർ കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി വരുത്തുന്ന രീതിയിലുള്ള ഒരു കീ ഫാക്ടർ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ വൈറലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻഗേജ്മെന്റ് ഓട്ടോമാറ്റിക്കലി കൂടും. നിങ്ങളെ തേടി പല ബ്രാൻഡുകൾ ബ്രാൻഡഡ് കണ്ടന്റ് വഴി അപ്രോച്ച് ചെയ്യുകയും നിങ്ങൾക്ക് അതുവഴി ഏണിംഗ് ചെയ്യാനും സാധിക്കും. ദെൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രാൻഡഡ് കണ്ടന്റിൽ വേറൊരു 2 കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന്. എൻഗേജ്മെന്റ് നോക്കിയിട്ടാണ് മാർക്കറ്റ് പ്ലേസും ആൻഡ് ഡിസ്കവർ പ്രൊജക്ട് എന്ന് പറയുന്ന ഈ ഒരു 2 ഓപ്ഷൻ വരുന്നത്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റിൽ പല കമ്പനികളുമായിട്ട് കൊളാബറേഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻസ്റ്റാഗ്രാം തന്നെ തരുന്നതാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കവർ പ്രൊജക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ സമ്പാദിക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഡിസ്കവർ പ്രൊജക്റ്റിലുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഡിസ്കവർ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ ഡിസ്കവർ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇൻസ്റ്റഗ്രാം തന്നെ പല രീതിയിലുള്ള ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ പല രീതിയിലുള്ള പല കമ്പനികളുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരികയാണ്. ഇതിൽ നിന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു പ്രൊഫൈലിന് പറ്റിയ കമ്പനികളായിരിക്കും ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏതാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ദെൻ അതിൽ തന്നെ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരിക്കും സ്റ്റോറി ആണോ അല്ലെങ്കിൽ റീൽസ് ആണോ ഇടേണ്ടതെന്ന്, ഏത് ഡേറ്റിൽ ഇടണം, എത്ര നേരത്തേക്ക് ഇടണം, ഇതെല്ലാം ആ ഒരു ഡീറ്റെയിൽ തന്നെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ അത്തരത്തിൽ ആ ഒരു കമ്പനിയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസൈറ്റ് ആ കമ്പനി ചോദിക്കും. നിങ്ങളുടെ ഇൻസൈറ്റ് കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനലിലോ ഇല്ലെങ്കിൽ ഈ ഒരു ഡിസ്കവർ പ്രൊജക്ടിന്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു സെക്ഷനിലോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കമ്പനി അക്സെപ്റ്റ് ചെയ്തത് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു കൊളാബറേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ബ്രാൻഡഡ് കണ്ടന്റിലെ മാർക്കറ്റ് പ്ലേസും ഡിസ്കവർ പ്രൊജക്റ്റും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആകുന്നത്. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഡിസ്കവർ പ്രൊജക്റ്റും മാർക്കറ്റ് പ്ലേസും. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് നമുക്ക് അയച്ചു തരുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതെങ്ങനെ എനേബിൾ ആക്കാമെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് എനേബിൾ ചെയ്യുന്നതെന്നും അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കൊടുത്തിരിക്കാം. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകും. ദെൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഒരു 500 ഫോളോവേഴ്സ്, ചില ക്രിയേറ്റേഴ്സിന് 500 ഫോളോവേഴ്സും ചില ക്രിയേറ്റേഴ്സിന് 1000 ഫോളോവേഴ്സുമാണ് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ 500 1000 ഫോളോവേഴ്സ് തികഞ്ഞിരിക്കുന്ന ആളാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് 18 വയസ്സുണ്ട്, അത്തരത്തിലുള്ള 2 കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരുവിധ തരത്തിലുള്ള വയലേഷനും ഇല്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ എനേബിൾ ആയി കിട്ടുന്നുണ്ടായിരിക്കും. ഗിഫ്റ്റ് വഴിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഗിഫ്റ്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ, അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് ഗിഫ്റ്റ് തരാനുള്ള ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. 40 രൂപ മുതൽ 460 രൂപ വരെയാണ് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗിഫ്റ്റ് $100 ആയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വരികയും ഏകദേശം $100 ആകുമ്പോൾ, $100 എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ വില അനുസരിച്ച് 9100 രൂപയാണ്. ഈ ഒരു 9100
$200 എപ്പോഴാണോ ആകുന്നത്, $100 എപ്പോഴാണോ ആകുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. ആദ്യമൊക്കെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, കമന്റ് സെക്ഷന്റെ തൊട്ടടിയിലായിരുന്നു കിടന്നിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് ബട്ടൺ കിടക്കുന്നത് ഈ ഒരു സെക്ഷനിലല്ല. നമുക്കിപ്പോൾ ഗിഫ്റ്റ് ബട്ടൺ കിടക്കുന്നത് കമന്റ് സെക്ഷനിലാണ്. നിങ്ങൾ ഗിഫ്റ്റിന് എനേബിൾ ആയ ഒരാളാണ്, അതിന്റെ പേ ഔട്ട് സെക്ഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റിന്റെ ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ബ്രാൻഡഡ് കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് പെയ്ഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതും ഇതേപോലെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലെ പല കമ്പനികളെ നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് പാർട്ണർഷിപ്പ് എടുക്കാൻ സാധിക്കും. എല്ലാ ആളുകളും കൊളാബറേഷൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ് പെയ്ഡ് പാർട്ണർഷിപ്പ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ട്, നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല കമ്പനികളും നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. നമുക്ക് മെയിൽ ത്രൂവോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴിയോ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതിനുശേഷം അവർ രണ്ട് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തരും. ഒന്ന് ബാർട്ടർ കൊളാബറേഷൻ, ദെൻ രണ്ടാമത് പെയ്ഡ് കൊളാബറേഷൻ. ബാർട്ടർ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചൊരു റീല്, അവർ പറയുന്ന രീതി എന്താണോ, റീല്, വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ്, സ്റ്റാറ്റസ് ഇതേപോലുള്ള കാര്യങ്ങൾ ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, പകരം അവർ നമുക്ക് പ്രൊഡക്റ്റ്, അവരുടെ പ്രൊഡക്റ്റ് എന്താണോ ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും തരുന്നത്. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് പെയ്ഡ് കൊളാബറേഷൻ. നമുക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു കമ്പനി എന്നെ അപ്രോച്ച് ചെയ്യുകയാണ്, ആ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റും കമ്പനിയുടെ പ്രൊഡക്റ്റും അതിന് നമുക്ക് എത്ര രൂപയാണെന്ന് നമ്മളോട് ചോദിക്കും. ആ ഒരു എമൗണ്ട് അവർ പറയുന്ന ഒരു എമൗണ്ടുമായിട്ട് മാച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും അത്യാവശ്യം നല്ല റീച്ചുള്ള ആളുകളെയാണ് കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത്. ഈ ഒരു പെയ്ഡ് കൊളാബറേഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്, റീച്ച് ഉള്ള ആളാണെങ്കിൽ കിട്ടും. രണ്ട് രീതിയിൽ ചെയ്യാം, അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ തേടി ഇങ്ങോട്ട് കമ്പനികൾ വരും. ഇനി നമുക്ക് റീച്ച് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഏത് കാറ്റഗറി, ഇപ്പോൾ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിന്റെ ആ ഒരു കാര്യം നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് പറയുന്നത്, പല രീതിയിലുള്ള കോസ്മെറ്റിക് അല്ലെങ്കിൽ ബ്യൂട്ടി ആയിട്ടുള്ള പല രീതിയിലുള്ള കമ്പനികളുണ്ട്. അവരെ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ക്ക പോലെയുള്ള പല കമ്പനികളുണ്ട്. അവർ നമ്മളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് നല്ല എൻഗേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇൻസൈറ്റ് ഇത്ര തരത്തിലാണ് കാണിക്കുന്നത്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് അവർക്ക് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മെയിൽ ത്രൂ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു വേണ്ടപ്പെട്ട ടീം, അഡ്വർടൈസ്മെന്റ് ടീം അത് നോക്കിയതിന് ശേഷം നമ്മൾ ഓക്കെ ആണ്, അവർ ആ ഒരു കാര്യത്തിന് ഓക്കെ ആണെങ്കിൽ തിരിച്ച് നമ്മളെ മെയിലിടും. ഇനി നമ്മൾ അവരുടെ ഒരു ക്രൈറ്റീരിയ, ചില കമ്പനികൾ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് നമ്മൾ പറ്റിയിട്ടില്ല, നമ്മുടെ അക്കൗണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മളെ പിന്നീട് കോൺടാക്ട് ചെയ്യാമെന്ന് പറയും. ദെൻ ഇങ്ങനെയാണ് നമുക്ക് പെയ്ഡ് പാർട്ണർഷിപ്പ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി ക്യാഷ് ഉണ്ടാക്കുന്നത് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. പല ആളുകളുടെയും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെയും അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇതേപോലെ കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു സബ്സ്ക്രിപ്ഷനിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടുകൊണ്ട് ധാരാളം ക്യാഷ് മന്ത്ലി ഏൺ ചെയ്യാൻ സാധിക്കും. ചില ആളുകളൊക്കെ 10-15 ലക്ഷം ഒക്കെയാണ് സബ്സ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. കുറച്ച് വൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഏറ്റവും കൂടുതൽ ഗേൾസ് ആണ് ക്യാഷ് ഏൺ ചെയ്യുന്നതെന്ന് പല ബോയ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബോയ്സും നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടുകൊണ്ട് ധാരാളം ക്യാഷ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി നേടുന്നുണ്ട്. പല ആളുകളും എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ഡ്രസ് ഇല്ലാത്ത വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് അതേപോലെയുള്ള വൾഗർ ആയിട്ടുള്ള വീഡിയോസ് ആണെന്നാണ് പല ആളുകളും കരുതുന്നത്. പക്ഷേങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ കാറ്റഗറി എന്താണ് അതനുസരിച്ചുള്ള വീഡിയോസ് ആണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈവൻ എൻ്റെ കാറ്റഗറി ഞാൻ നോക്കി കഴിഞ്ഞാൽ ടെക് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതലായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ പറയാത്ത പല കാര്യങ്ങളും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഫീൽഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വഴി എല്ലാ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ ഇതേവരെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ടെക് വീഡിയോസ് ആ ഒരു പേജിൽ നിന്ന് കിട്ടുന്നതാണ്. അതാണ് സബ്സ്ക്രിപ്ഷൻ. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ തന്നെ വൾഗർ ആയിട്ട് ചെയ്തുകൊണ്ട്
മുന്നോട്ട് പോയി ക്യാഷ് ഉണ്ടാക്കുന്നതല്ല സബ്സ്ക്രിപ്ഷൻ. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പേജ് ഏത് കാറ്റഗറി ആണോ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് 10,000 ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആയി കിട്ടത്തുള്ളൂ. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരു തരത്തിലുള്ള ഇൻസ്റ്റഗ്രാമിന് എഗനിസ്റ്റ് ആയിട്ടുള്ള വയലേഷൻസോ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസീസോ വരരുത്. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 10K ഫോളോവേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ഇല്ലെങ്കിലും സബ്സ്ക്രിപ്ഷൻ വർക്കൗട്ട് ആയി കിട്ടുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ വഴി നല്ല രീതിയിലുള്ള ക്യാഷ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതുമാണ്. ദെൻ 5ാമതായിട്ട് വരുന്നതാണ് ബോണസ്. ബോണസ് എന്ന് പറയുന്ന പ്രോഗ്രാം വഴിയാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഇൻസ്റ്റാഗ്രാം കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ റീല് അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇടുന്നു, ആ ഒരു വീഡിയോയുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടും. ഇതാണ് ബോണസ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീൽസ് അനുസരിച്ച്, റീൽസിന്റെ വ്യൂസ് അനുസരിച്ചാണ് ക്യാഷ് കിട്ടുന്നത്. അതിന് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ തരും. ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റീൽ ബോണസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇൻസ്റ്റാഗ്രാം പറയുന്നില്ല. 1000 ഫോളോവേഴ്സ് വേണം, 18 വയസ്സായിരിക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, യാതൊരു തരത്തിലുള്ള പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസീസിലും നിങ്ങൾ വന്നിരിക്കരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് എഗനിസ്റ്റ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി വയലേഷനും ചെയ്തിരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 ഫോളോവർ ആണെങ്കിലും 1 മില്യൺ ഫോളോവർ ആണെങ്കിലും ഇനി 1000 മില്യൺ ഫോളോവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ബോണസ് പ്രോഗ്രാം കിട്ടും. ചില ആളുകൾ ഓർക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഇതെല്ലാം ഓക്കെയാണ്, പക്ഷേങ്കിൽ എനിക്ക് ബോണസ് പ്രോഗ്രാം കിട്ടുന്നില്ല, എന്താണ്? അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞു തരാം. 1000 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് ചിലപ്പോൾ ബോണസ് കിട്ടണമെന്നില്ല. പക്ഷേങ്കിൽ വെറും 100 ഫോളോവർ ഉള്ള ഒരാൾക്ക് ബോണസ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് ആണ്. ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഒരുപാട് കിട്ടിയോണ്ട് കാര്യമില്ല. ഈ ഒരു വ്യൂസിനെ എൻഗേജ്മെന്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മോണിറ്റൈസേഷൻ വഴി നല്ല രീതിയിലുള്ള ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ബോണസ് പ്രോഗ്രാമിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കണം, ഇൻവിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ എൻഗേജ്മെന്റ് കൂട്ടുക. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബോണസ് പ്രോഗ്രാം ഇൻവിറ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് കൂട്ടുക, ഇതാണ് ചെയ്യേണ്ടത്. ദെൻ ബോണസ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നത്? നിങ്ങൾക്ക് ചെറിയ ഫോളോവർ ഉള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വലിയ ഫോളോവർ ഉള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ബോണസ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം നമുക്കൊരു ടാർഗറ്റ് തരും. ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 100 അല്ലെങ്കിൽ 150 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടാർഗറ്റ് ആണ്. ഈ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് $100 മുതൽ $1000 അല്ലെങ്കിൽ $500 വരെ കൊടുത്തിട്ടുള്ള കാലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും എല്ലാ മാസവും 12-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയും 26-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് റെമിറ്റൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബോണസ് പ്രോഗ്രാം. ഈ ഒരു മാസത്തിൽ, ഇപ്പോൾ ഈ ഒരു മാസം മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ബോണസ് പ്രോഗ്രാം കിട്ടി. നിങ്ങൾ 150 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് 200-250 വീഡിയോ ആയിരിക്കും. ഇൻസ്റ്റഗ്രാമിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ആളുകളെ യൂസ് ചെയ്യിപ്പിക്കുക. അതാണ് ഇൻസ്റ്റഗ്രാമിന്റെ ഇതിന് പിന്നിലെ തന്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇൻസ്റ്റഗ്രാമിന് റവന്യൂ ജനറേഷൻ ചെയ്യുകയും അതിൽ നിന്നുള്ള ഒരു തുക നമുക്ക് തരികയും ചെയ്യുന്നു. ഇത്രയുമുള്ളൂ ഇൻസ്റ്റഗ്രാം ബോണസ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഒരു മോണിറ്റൈസേഷൻ കാറ്റഗറി എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണും. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിന്റെ എല്ലാം മോണിറ്റൈസേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ മോണിറ്റൈസേഷൻ ടൂൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അതുവഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് പരിപാലിച്ച് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഫാമിലീസിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണും വരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.